നമസ്കാരം. ഗൾഫ് വാർത്തകളുമായി നിഷി മണികണ്ഠൻ. പ്രളയത്തിൽ വെള്ളം കയറി വീടുകൾ നശിച്ച സ്വദേശികൾക്ക് വീടുകൾ നന്നാക്കാൻ UAE 200 കോടി ദിർഹം അനുവദിച്ചു. UAE വൈസ് പ്രസിഡന്റും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. മഴക്കെടുതികൾ വിശദമായി ചർച്ച ചെയ്ത ശേഷമായിരുന്നു സഹായ പ്രഖ്യാപനം. തുടർ നടപടികൾക്കും നാശനഷ്ടങ്ങൾ വിലയിരുത്തുന്നതിനും മന്ത്രിതല സമിതിയെ നിയോഗിച്ചു. അതേസമയം മഴക്കെടുതിയിൽ ദുരിതമനുഭവിക്കുന്ന സ്വദേശികളും വിദേശികളുമായ വീട്ടുടമകൾക്ക് സഹായം നൽകുമെന്ന് ഷാർജ എക്സിക്യൂട്ടീവ് കൗൺസിൽ പ്രഖ്യാപിച്ചു. ഷാർജ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം വഴിയാണ് അപേക്ഷിക്കേണ്ടത്. പരിശോധനയ്ക്ക് ശേഷം മുൻഗണനാ അടിസ്ഥാനത്തിലായിരിക്കും നഷ്ടപരിഹാരം വിതരണം ചെയ്യുക. വാണിജ്യ സ്ഥാപന ലൈസൻസ് പുതുക്കൽ, നിയമലംഘനം എന്നീ ഫീസുകൾ അടയ്ക്കാൻ 1 മാസത്തെ സാവകാശം നൽകും. പൗരന്മാരുടെയും താമസക്കാരുടെയും സുരക്ഷ ഉറപ്പാക്കി താൽക്കാലിക താമസ കേന്ദ്രം, പരിപാലനം, അറ്റകുറ്റപ്പണി എന്നിവയ്ക്ക് സഹായം നൽകും. ഷാർജ സിവിൽ ഡിഫൻസ് അതോറിറ്റിയുടെ നേതൃത്വത്തിൽ ദുരന്ത നിവാരണ സമിതിയായിരിക്കും പരിശോധന നടത്തുക. ദുബായ് മെട്രോയുടെ റെഡ് ലൈനിൽ 4 സ്റ്റേഷനുകളിൽ ട്രെയിൻ നിർത്തില്ലെന്ന് ദുബായ് RTA അറിയിച്ചു. ഓൺ പാസീവ്, ഇക്വിറ്റി, മഷ്റഖ്, എനർജി എന്നീ സ്റ്റേഷനുകളിലാണ് ട്രെയിൻ നിർത്താത്തത്. ഈ സ്റ്റേഷനിലെ യാത്രക്കാർക്ക് ഗതാഗതത്തിനായി ബദൽ ബസ് സർവീസുകൾ ലഭ്യമാണ്. മഴക്കെടുതിയെ തുടർന്നുള്ള സ്റ്റേഷനുകളിലെ അറ്റകുറ്റപ്പണികൾ പരിഹരിക്കുന്നതുവരെയായിരിക്കും ഇത്. ദുബായിലെ പ്രധാന വിനോദ കേന്ദ്രമായ ഗ്ലോബൽ വില്ലേജ് ഒരാഴ്ചത്തേക്ക് കൂടി നീട്ടി. ഏപ്രിൽ 28-ന് അവസാനിപ്പിക്കുമെന്ന് അറിയിച്ചിരുന്ന സീസൺ 28 മെയ് 5 വരെയാണ് നീട്ടിയത്. കഴിഞ്ഞ വർഷം ഒക്ടോബർ 18-നാണ് പുതിയ സീസൺ ആരംഭിച്ചിരുന്നത്. അതേസമയം ഗ്ലോബൽ വില്ലേജിൽ 12 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കുള്ള സൗജന്യ പ്രവേശനം നീട്ടിയിട്ടുണ്ട്. ഞായറാഴ്ച മുതൽ ബുധനാഴ്ച വരെ വൈകിട്ട് 4 മുതൽ 12 വരെയും വ്യാഴാഴ്ച മുതൽ ശനിയാഴ്ച വരെ രാത്രി 1 മണി വരെയുമാണ് ഗ്ലോബൽ വില്ലേജിലേക്കുള്ള പ്രവേശനം. പ്രവാസം അവസാനിപ്പിച്ച് രാജ്യത്ത് നിന്ന് പോകുമ്പോൾ UAE റെസിഡൻസ് വിസ റദ്ദാക്കിയിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തണമെന്ന് അധികൃതർ അറിയിച്ചു. ഇല്ലെങ്കിൽ ഭാവിയിൽ UAEയിലേക്ക് തിരിച്ചുവരാൻ ശ്രമിച്ചാൽ സങ്കീർണ പ്രശ്നങ്ങൾ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. മറ്റൊരു രാജ്യത്തേക്ക് താമസം മാറ്റുന്ന പ്രവാസികൾ അവർ സ്പോൺസർ ചെയ്തിട്ടുള്ള കുടുംബാംഗങ്ങളുടെ വിസയും റദ്ദാക്കണം. സാധാരണയായി സ്പോൺസർക്ക് വിസ റദ്ദാക്കാൻ അധികാരമുള്ളൂ. എന്നാൽ പ്രവാസി രാജ്യം വിട്ട് 6 മാസത്തിലേറെ കഴിഞ്ഞാൽ താമസ വിസ സ്വയമേവ റദ്ദാക്കപ്പെടും. ബസ് ഓൺ ഡിമാൻഡ് സേവനം ബിസിനസ് ബേയിലേക്ക് കൂടി നീട്ടി ദുബായ് RTA. അൽബർഷ, അൽനാദ, ദുബായ് സിലിക്കൺ ഒയാസിസ്, ബിസിനസ് ബേ എന്നീ പ്രദേശങ്ങളിലാണ് പുതുതായി സേവനം ലഭ്യമാകുക. തിരക്ക് കുറയ്ക്കുന്നതിനും യാത്രാസമയം കുറയ്ക്കുന്നതിനും പുതിയ സംവിധാനം സഹായകമാകും. വിവിധ പ്രദേശങ്ങളെ ബന്ധിപ്പിക്കുന്ന മിനി പബ്ലിക് ബസ്സുകൾ ഉപയോഗിച്ചാണ് സ്മാർട്ട് ആപ്പ് വഴി ഈ സേവനം നടപ്പിലാക്കുന്നത്. ഈ സംവിധാനം നിലവിലുള്ള മെട്രോ ട്രാം സംവിധാനങ്ങളുമായി യോജിപ്പിച്ചായിരിക്കും പ്രവർത്തിക്കുക. അടുത്ത ചൊവ്വാഴ്ച വരെ സൗദി അറേബ്യയുടെ മിക്ക പ്രദേശങ്ങളിലും ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴ പെയ്യുമെന്ന് മുന്നറിയിപ്പ്. റിയാദ്, മക്ക, ജിസാൻ, നജ്റാൻ, അസീർ, അൽബാഹ, ഹാദുൽ, ഖസീം, വടക്കൻ അതിർത്തി മേഖല എന്നിവിടങ്ങളിലാണ് മഴയ്ക്ക് സാധ്യത. വെള്ളപ്പൊക്കത്തിനും താഴ്വരകളിൽ മലവെള്ളപ്പാച്ചിലുണ്ടാവാനും സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പിൽ പറയുന്നു. ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് സിവിൽ ഡിഫൻസാണ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇതോടെ ഗൾഫ് വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.